2018 ഉദയകുമാർ കേസിൽ 2 പ്രതികൾക്ക് വധശിക്ഷയും മറ്റുള്ളവർക്ക് തടവ് ശിക്ഷയും അടക്കം കോടതി വിധിക്കുമ്പോൾ അമ്മ പ്രഭാവതി അമ്മ പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു ഓണക്കാലത്താണ് അവർ എൻ്റെ മകനെ പിടിച്ചുകൊണ്ടുപോയത്. ഒരു ഓണക്കാലത്താണ് പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്നത്. എനിക്ക് വേദനയുണ്ട്, എൻ്റെ കണ്ണീര് പക്ഷേ ഒരിക്കലും തോരില്ല. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട് അതിനൊരു നീതി കിട്ടിയെന്ന്. ഇപ്പോൾ വീണ്ടും ഒരു ഓണക്കാലത്ത് വീണ്ടും ഉദയകുമാർ കേസിൽ ആ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ളൊരു വിധി ഒരുപക്ഷെ വരികയായിരിക്കും. മകൻ നഷ്ടപ്പെട്ടു പോകുന്നു. അവൻ തിന്ന വേദനയോർത്ത് ജീവിതകാലം മുഴുവനും അസഹ്യമായ വേദന അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ ആ പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലും നമ്മുടെ നിയമ സംവിധാനം പരാജയപ്പെട്ടു എന്ന് എങ്ങനെയാണ് ഉദയകുമാറിന്റെ പ്രിയപ്പെട്ടവർക്ക് സ്വീകരിക്കാൻ കഴിയുക? മധു, ഇപ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. ഉദയകുമാർ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് അങ്ങനെയെങ്കിൽ എന്നുള്ളത്. ഏതാണ്ട് 2 വർഷം മുമ്പ് 2023 നവംബറിൽ ഏതാണ്ട് ഒരു 13-ാം തീയതി 12-ാം തീയതിയാണ് ഞാൻ ഉദയകുമാറിൻ്റെ അമ്മ പ്രഭാവതി അവസാനം കാണുന്നത്. കാരണം അന്ന് നമ്മളൊരു പരമ്പര പ്ലാൻ ചെയ്തിരുന്നു കേരളത്തിലെ പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട്. ആ പരമ്പരയുടെ ഭാഗമായിട്ടൊരു സ്റ്റോറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തത് ഉദയകുമാറിൻ്റെ വിഷയമായിരുന്നു. അത് നമ്മൾ അന്ന് ഇൻട്രോ തന്നെ പോലീസ് കസ്റ്റഡി കൊലപാതകത്തിൻ്റെ എക്കാലത്തെയും പ്രതീകമാണ് ഉദയകുമാർ എന്നായിരുന്നു ആ വാർത്തയുടെ ഇൻട്രോയിൽ ആദ്യത്തെ ലൈൻ തന്നെ. അപ്പോൾ അന്ന് പ്രഭാവതി അമ്മയെ കാണുമ്പോൾ അവർ ക്യാമറയ്ക്ക് മുന്നിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം പൊട്ടിക്കരയുകയായിരുന്നു. ഇപ്പോഴും ഉദയകുമാറിൻ്റെ ഓർമ്മകൾ ആ അമ്മയെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രഭാവതി അമ്മയുടെ നിയമ പോരാട്ടം എല്ലാ കാലത്തും ശ്ലാഘിക്കപ്പെട്ടതാണ്. മരിച്ച മകന് വേണ്ടി അവർ നിരന്തരം നമുക്ക് ആ അമ്മയുടെ ദൃശ്യങ്ങൾ ഓർമ്മയുണ്ടാകും. കാരണം ഓട്ടോയിലുമൊക്കെ വന്നിറങ്ങി കോടതി വരാന്തയിൽ കാത്തുനിന്ന് വക്കീലന്മാരെ കണ്ട് അങ്ങനെ ഓരോ നിയമ നടപടിയുടെ ഓരോ ഇഞ്ചിലും അവർ ഇടപെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു അമ്മയുടെ പോരാട്ടത്തിൻ്റെ കൂടി വിജയമായിരുന്നു ആ ഉദയകുമാർ ഉരുട്ടിക്കൊലപാതക കേസിൻ്റെ ശിക്ഷാ വിധികൾ. അപ്പോൾ അതിൽ എവിടെയാണ് പകപ്പിഴ സംഭവിച്ചതെന്നുള്ളതാണ് ഇനി അറിയാനിരിക്കുന്നത്. അത് ഉത്തരവ് വരുമ്പോൾ അറിയാൻ കഴിയും. ഏതായാലും 2005 സെപ്റ്റംബർ 27-നാണ് ആ ദാരുണമായ സംഭവം നടന്നത്. അന്ന് നമ്മുടെ ഈ മാതൃഭൂമി വഞ്ചിയൂർ ഓഫീസിൻ്റെ തൊട്ട് അടുത്താണ് ഈ ശ്രീകണ്ഠേശ്വരം പാർക്ക്. അതിപ്പോൾ നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ പാർക്കിൽ ഉച്ചയ്ക്ക് വിശ്രമിക്കുകയായിരുന്നു ഉദയകുമാർ. ആ പാർക്കിൽ ഉണ്ടായിരുന്ന ഒരു കള്ളനെ പോലീസ് പിടികൂടി. അതിനൊപ്പം അയാളുടെ കൂട്ടാളിയാണെന്ന് പറഞ്ഞിട്ടാണ് ഉദയകുമാറിനെ പിടികൂടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ഉദയകുമാറിനെ പരിശോധിക്കുമ്പോൾ ഒരു 4000 രൂപ ഉദയകുമാറിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അത് മോഷ്ടിച്ച തുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഉദയകുമാറിനെ ക്രൂരമായി ഭേദ്യം ചെയ്തുകൊണ്ട് ഈ കൊലപാതകത്തിലേക്ക്, അതായത് അയാളെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിക്കുക മാത്രമല്ല, ഈ ഒലക്ക വെച്ച് ഉരുട്ടി എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അത് ഉരുട്ടിക്കൊലപാതക കേസെന്ന് അറിയപ്പെടുകയും ചെയ്യുന്നത്. ഉദയകുമാർ ഒരു ആക്രിക്കടയിലെ ജീവനക്കാരനായിരുന്നു. ഈ ഉച്ച സമയത്ത് അല്പം വിശ്രമിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ച് ശ്രീകണ്ഠേശ്വരം പാർക്കിൽ സ്ഥിരമായി വന്നിരിക്കാറുള്ളതാണ്. അപ്പോഴാണ് ഈ കള്ളനെ പിടിക്കുന്നതും കൂടെ ഇയാളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാളെയും കൊണ്ടുപോകുന്നത്. അങ്ങനെ ഉദയകുമാറിൻ്റെ അമ്മ ഉദയകുമാറിനെ തിരക്കി ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ അതോടുകൂടി ഈ കേസോടുകൂടി തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷൻ കുപ്രസിദ്ധി ആർജിച്ചു. ഈ അടുത്തിടയ്ക്കും ഫോർട്ട് പോലീസ് സ്റ്റേഷനെതിരെ ഒരു മർദ്ദന ആരോപണം ഉയർന്നു വന്നിരുന്നു. അന്നേരവും ഉദയകുമാറിൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വന്നതാണ്. പ്രഭാവതി അമ്മ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ അങ്ങനെ ഒരാളെ കസ്റ്റഡിയിലേ എടുത്തിട്ടില്ലെന്നാണ് ആദ്യം ഫോർട്ട് പോലീസ് പറഞ്ഞത്. പിന്നീട് ആണ് ഈ മരണപ്പെട്ടതും ഒക്കെ പുറത്തു വരുന്നത്. ഏതായാലും അന്ന് നിരന്തരമായ പോരാട്ടത്തിനൊടുവിലാണ് തിരുവനന്തപുരം CBI കോടതി പ്രധാനപ്പെട്ട ശിക്ഷ, 2 പേർക്ക് വധശിക്ഷ. അതിൽ SV ശ്രീകുമാർ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ക്യാൻസർ ബാധിച്ച് ജയിലിൽ തന്നെ മരണമടയുകയും ചെയ്തു.